അല്ല, ഈ അൻവർ പറഞ്ഞ പ്രശ്നം എന്താണെന്നുള്ളത് അറിയില്ല. അത് അന്വേഷിക്കാം. എന്താണ് അൻവറിൻ്റെ അഭിപ്രായം, നിലപാട് എന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ അന്വേഷിക്കാതെ ആ കാര്യത്തോട് നിലപാട് പറയാൻ പറ്റില്ല. കഴിയുന്നതും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒറ്റതിരിഞ്ഞ് അയാളൊരു സ്വതന്ത്ര നിലപാടെടുക്കുന്ന ആളാണ് അൻവർ. അദ്ദേഹം സ്വതന്ത്രനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നയം. CPM-ആയിട്ട് യോജിച്ചു പോകുന്ന കാര്യത്തിലൊന്നും അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ പൂർണ്ണ വിവരം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കാം. അദ്ദേഹം കുറച്ച് ഗൗരവതരത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അത് ഓഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് പുറത്തുവിടുക, മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുന്നു, ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്ത് പുറത്തുവിടുന്നു. അത് ഒരു ദിവസം SPAയിട്ടുള്ള സംഭാഷണത്തിന്റെയും മറ്റു ചില കാര്യങ്ങളും കൂടി ഇപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ MLA ആണ്. അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്, സംവിധാനവുമായൊക്കെ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം അദ്ദേഹത്തിന്റെ കൈകളിൽ വരുന്ന ആളുകളാണ് ഇവരൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് കൂടി എന്തെങ്കിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ ഇവർ, ഈ ഉദ്യോഗസ്ഥർ, എന്നുള്ളത് പരിശോധിക്കണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ അൻവർ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിട്ടില്ല, എനിക്കത് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. ഇപ്പം താങ്കൾ ഉന്നയിച്ച പ്രശ്നം എന്നുള്ള അടിസ്ഥാനത്തിൽ അതിൽ അന്വേഷിക്കാനും ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം. അൻവർ ഞങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടിയാലോചന നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ CPIM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്ന സമയത്ത് സാധാരണ നിലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടിയാലോചിക്കാറുണ്ട്. ഇതിലെന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിവരം, എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹമായിട്ട് അന്വേഷിക്കാം. അന്വേഷിച്ചതിന് ശേഷം ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമായ നിലപാട് പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയാനും സന്നദ്ധമാണ്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം.